ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മാസ് ഗെയിമിംഗ്. ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ ഒരു കാർ റിവീലിംഗ് ആണ് ഗൈസ്. വേറെ ആരുടെയും വണ്ടിയല്ല, വേറെ ആരുടെയും വണ്ടിയല്ല, എൻ്റെ കാർ തന്നെയാണ് ഗൈസ്. ഗൈസ്, ഏതാ കാറെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അപ്പോൾ കണ്ടു ഗൈസ്, ഗൈസ്. പിന്നെ ഞാൻ ഇത് നമ്മുടെ പുതിയ മാപ്പാണ് ഗൈസ്, കാർ പാർക്കിങ്ങിൽ മറ്റേ ട്രോപ്പിക്കില്ലേ, അത് എല്ലാവർക്കും അറിയായിരിക്കും. എല്ലാവരും ഇതൊക്കെ കണ്ടു കാണും. നിങ്ങൾക്കറിയാം, ഞാൻ ഇത്തിരി ലേറ്റായിട്ടാണ് വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ പുതിയ മാപ്പ്. എല്ലാവരും കണ്ടു കാണുമായിരിക്കും. ഞാൻ പ്രത്യേകിച്ചൊന്നും കാണിക്കാറില്ല. ഇതാണ് പുതിയ നമ്മുടെ ഷോറൂമാണിത്. നമ്മുടെ അല്ല, എൻ്റെ അല്ല നിങ്ങളുടെ ആരെങ്കിലും ആവട്ടെ. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യം പറഞ്ഞാൽ എന്ത് റിവീലിങ്, കാർ റിവീലിങ് ഗൈസ്. അപ്പോൾ ഏതാ കാറെന്ന് പറഞ്ഞാൽ ഗൈസ്, അപ്പോൾ ഞാൻ 3 കാറുണ്ട്. മൊത്തം ഇന്ന് തന്നെ നടത്താനല്ല, 3 കാറുണ്ട് ഗൈസ്. പുതിയതായിട്ട് ഞാൻ വാങ്ങിച്ചതും എക്സ്ചേഞ്ച് ചെയ്തതുമായ ഈ വണ്ടി ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിച്ചൊരു വണ്ടിയാണ്. ഞാൻ കാർ ഏതാണെന്ന് കാണിച്ചു തരാം. ഇത് എവിടെ കിടക്കണ കാണുന്നുണ്ടാവും. ഒരു ബെഞ്ചാണ്. ഈ ബെഞ്ചിൻ്റെ റിയൽ മണി 290 രൂപ കൊടുത്തുള്ള ഒരു കാറാണിത്. ഈ ബെൻസിൻ്റെ എസ് ക്ലാസ്. ഈ സാധനമാണ് ഞാൻ ഒരു കാർ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിച്ചത്. വേറെ ചില്ലറ കാറൊന്നും അല്ല എക്സ്ചേഞ്ച് ചെയ്ത് ഗൈസ്. ഞാൻ നല്ല അടിപൊളി ഒരു ഡോഡ്ജ് ഡുറാങ്കോ ഇല്ലേ, മറ്റേ SUV സെഗ്മെൻറ്റ് ഡോഡ്ജ്, അത് എക്സ്ചേഞ്ച് ചെയ്ത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല എക്സ്ചേഞ്ച് ചെയ്ത്. അത് റിയൽ മണീൻ്റെ അല്ലാന്ന് ഗൈസ്. അത് സാധാ ക്യാഷ് കൊടുത്ത് ഈ ഗെയിമിലെ ക്യാഷും കൊണ്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ ഒരു വണ്ടി. രണ്ടാമത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ BMW ഇത് M5ൻ്റെ അതിനൊരു കഥ തന്നെയുണ്ട് ഗൈസ്. അത് ഇപ്പോൾ ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ഞാൻ ഒരു ആഴ്ച മൊത്തം കഷ്ടപ്പെട്ട് 1000 കോയിനാക്കി. എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കാറുണ്ട് BMW തന്നെ X7 എന്ന് പറഞ്ഞൊരു XUV കാറാണ്. ആ വണ്ടി വാങ്ങിക്കാൻ അങ്ങനെ ഒരു ദിവസം 1000 കോയിനായി. എന്നിട്ട് ഞാൻ ആ കാറ് വാങ്ങിച്ചു. അന്ന് തന്നെ ഞാൻ ഒരു റൂമിൽ കയറി ഈ പബ്ലിക് റിയാക്ഷൻ കാണാൻ. ഈ വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ്, നല്ല ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും നന്നായിട്ട് ഇമോജി ചെയ്തേ ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ഇതുപോലത്തെ ഇമോജിയൊക്കെ ഇടും. ഇതുപോലത്തെ ഇമോജിയൊക്കെ ഇടും. ഞാൻ റൂമിൽ കയറിയപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു റേഞ്ച് റോവർ ഇവിടെ, എൻ്റെ വണ്ടി ഇവിടെ, റേഞ്ച് റോവറിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പൊട്ട ഇമോജി, എൻ്റെ വണ്ടീൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഇമോജിയും ഇട്ടു. അപ്പോൾ ആ വണ്ടി അടിപൊളിയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും അടിപൊളിയാണ്. വേറെ റൂമിൽ കയറി ഞാൻ. അപ്പോൾ ഞാൻ ഏത് റിയൽ മണീൻ്റെ കാർ കണ്ടാലും എക്സ്ചേഞ്ച് കൊടുക്കും. ഞാൻ ഒരു എക്സ്ചേഞ്ച് കൊടുത്താൽ അയാൾ അക്സെപ്റ്റ് ചെയ്ത്. എന്നിട്ട് ഈ M5 അല്ലെന്ന് കിട്ടിയ ഒരു M8 ആണ് കിട്ടിയ, BMWൻ്റെ തന്നെ M8. അത് എക്സ്ചേഞ്ച് ചെയ്ത് ഞാനൊരു ഡിഫൻഡർ സ്വന്തമാക്കി. എന്നിട്ട് ആ ഡിഫൻഡർ എക്സ്ചേഞ്ച് ചെയ്ത് ഒരു i8, ഡിഫൻഡറിൻ്റെ ഒരു i8 ആയി. ആ i8ൻ്റെ പകരം ഒരു റൂഫ് ഓപ്പൺ ചെയ്യണ ഒരു വണ്ടിയില്ലേ, ഫസ്റ്റത്തെ കാറില്ല, മറ്റേ ആഡ് കാണുമ്പോൾ ഉള്ള കാറെല്ലാം, വേറൊരു കാറില്ലേ 1500 കോയിൻ കൊടുക്കണ ആ ഒരു കാറ് എനിക്ക് കിട്ടി. അതും എക്സ്ചേഞ്ച് ചെയ്ത് വീണ്ടും ഏതൊരു BMWൻ്റെ കാറ് എൻ്റെ കിട്ടി. അതും എക്സ്ചേഞ്ച് ചെയ്ത് ഇപ്പോൾ എൻ്റെ കയ്യിൽ M5 ഉണ്ട്. ഇതാണ് M5ൻ്റെ കഥ. പിന്നെ ഇപ്പം എൻ്റെ ഞാൻ തന്നെ ഈ ഗെയിമിലെ കാശ് കൊടുത്ത് വാങ്ങി ഒരു പോളോ ഗോൾഫ് ഉണ്ട്, അതുകൊണ്ട് അതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ഇപ്പോൾ 3. അടുത്ത 2 വീഡിയോ മിക്കവാറും റിവീലിംഗ് ആയിരിക്കും ഗൈസ്. റിവീലിംഗ് ആവാൻ നല്ല സാധ്യതയുണ്ട്. അങ്ങനെ അതാണ് ഈ കഥ. ഞാൻ ഈ വണ്ടീൻ്റെ കഥ പറഞ്ഞില്ലല്ലോ. ഈ വണ്ടീൻ്റെ കഥയെന്ന് പറഞ്ഞാൽ, ഞാൻ ഏത് വണ്ടിയാണ് ഞാൻ എക്സ്ചേഞ്ച് ചെയ്തത് ഗൈസ്? ഞാൻ ഏത് വണ്ടിയാണ് എക്സ്ചേഞ്ച് ചെയ്തത്? എൻ്റെ കയ്യിലൊരു
ഒത്തിരി നാൾക്ക് മുമ്പ് 1-2 മാസം മുമ്പ് ഒരു റൂമിൽ കയറി. അപ്പോൾ ഏതൊരു ഡാർക്ക് എന്ന് പറഞ്ഞൊരു പുള്ളി എനിക്ക് ബുഗാട്ടി തന്നു. ഞാൻ ഓർത്ത് കോയിൻ കാറാണ്, എന്നാലും റിയൽ മണീൻ്റെ റിയൽ മണി അല്ല, ഗെയിമിലത്തെ ക്യാഷാന്നു. എന്നാലും എനിക്ക് ആ ബുഗാട്ടി വേറോൺ തന്നു, ചിറോണല്ല വേറോൺ. ആ വണ്ടി എനിക്ക് ഇഷ്ടമായിരുന്നു. എന്നിട്ട് ആ വണ്ടി എക്സ്ചേഞ്ച് ചെയ്താന്ന് ഞാൻ റെഡ് അല്ലാന്നു, വേറെ ഏതോ കളറാന്നു. എന്നിട്ട് റെഡാക്കിയ ഒരു ഡോജ് ഡുറാങ്കോ, അത് അടിപൊളിയാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ വണ്ടി. എന്നിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്താണ് ഈ ബെൻസ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബെൻസിൻ്റെ ഇൻറ്റീരിയർ. സൈഡ് ഇങ്ങനെ ഒരു ഇതൊക്കെ, പിന്നെ നല്ല ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെയാണ് ഗൈസ്, അത്യാവശ്യം വലുത്. പിന്നെ ഇത് നമ്മുടെ ഗിയറിൻ്റെ ഭാഗം, പിന്നെ നല്ല ഞാനല്ലേ ഷോ മിറസ് അയ്യോ ഉണ്ട്. ഇപ്പോൾ ഓക്കെ ഉണ്ടോ, മിററൊക്കെ കാണാം. ഇപ്പം ഇവിടെ AC ആയിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ ബാക്കിലേക്ക് കാണിക്കാൻ പറ്റൂല ഗൈസ്. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഒരു AC വിൻഡോ താഴ്ത്താനും ഒക്കെ ഉള്ള ഇത്. അത്ര. ഈ ബാക്കിലേക്ക് ഇരിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ബാക്കിലേക്ക് ഇരിക്കാൻ തന്നെ ഇവിടെ വന്നാൽ കയറുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ മുന്നിലും ഒരാൾ ഇവിടെയും വന്നു, അങ്ങനെ തന്നെ. പിന്നെ ഒരു കാര്യം കൂടി, പിന്നെ ഞാൻ ഈ വീഡിയോ നല്ല ലേറ്റായിട്ട് ആയിരിക്കും ഇടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണ 22 ഒക്ടോബറിലാണ്. 22 ഒക്ടോബറിലാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണത്. എപ്പോഴാണ് ഞാൻ ഈ വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് അറിയില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ നെറ്റ്, എൻ്റെ വീട്ടിൽ വൈഫൈ അല്ല, മൊബൈൽ ഡാറ്റ. ജിയോ ആണ് എൻ്റെ മൊബൈൽ ഡാറ്റ. ജിയോൻ്റെ റീചാർജ് ചെയ്യാൻ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നെറ്റ് പോയി. ഞാൻ സ്ക്രീൻ റെക്കോർഡിന് നെറ്റ് വേണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇരുന്ന് ഇപ്പോൾ റെക്കോർഡ് ചെയ്യണതാണ് ഈ വീഡിയോ. അതാണ് ഞാനും മിക്കവാറും അടുത്ത മാസമായിരിക്കും, അറിയില്ല, ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അയ്യോ ഇത്തിരി കൂടി ബാക്കിൽ പോയാൽ നീ ഇടിച്ചേനെ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പുതിയ വണ്ടി. ബെൻസ് നല്ല സ്മൂത്താണ് ഗൈസ് ഓടിക്കാൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കുറവെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല. എന്നാലും നല്ല സ്പീഡാണ് ഗൈസ്. ഞാൻ എൻജിനും ഒന്നും കൊടുത്തിട്ടില്ല, എൻജിനും മറ്റേ ടെർബോയും ഒന്നും കൊടുത്തിട്ടില്ല. എന്നിട്ട് എന്താ നോക്കിട്ടോ കേട്ടോ, സ്പീഡ് കണ്ടോ ഗൈസ്. എനിക്ക് ഇവിടെ മറ്റേ സാധനം ഡ്രാഗി, ഇത് മാറ്റിയിട്ട് ഓക്കെ. അത് ചിലപ്പോൾ ഈ 0.60 എന്നെ എത്താൻ 5:33 സെക്കൻഡ്സ്. മറ്റേ എൻജിനും കൂടി കൊടുക്കുവാണെങ്കിൽ നല്ല സെക്കൻഡ്സ് ആവും, ഒരു 2-1 അല്ലോ ആവും. ശരിക്കും ഇത് വളവായതുകൊണ്ടാണ് ഗൈസ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇനി നമുക്ക് ചെയ്യാം. ഇനി ഇത് റീസെറ്റ് പറ്റുമെന്നറിയില്ല, നോക്കി നോക്കാം. 100 കണ്ടോ, 4.30 സെക്കൻഡ്സ്. ഇപ്പം 2 ലക്ഷത്തിൻ്റെ എൻജിനും 2 ലക്ഷത്തിൻ്റെ ടെർബോ ഒക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ല അടിപൊളി, നല്ല സ്പീഡിൽ പോകുമായിരിക്കും. ഇത്തിരി 2 സെക്കൻഡ്സോ 1 സെക്കൻഡോ എല്ലാം മതിയായിരിക്കും. പിന്നെ ഒരു ക്യാഷ് ബോക്സ് ഇടുന്നൊരു സ്ഥലമുണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുകയാണ്. ഈ ഗെയിമിൽ ആർക്കും ക്യാഷ് ഇല്ലെങ്കിൽ ഈ സ്ഥലത്ത് വന്ന് വേണമെങ്കിൽ ക്യാഷ് ഇടാം, ക്യാഷ് എടുക്കാം. ഈ വാട്ടർ ഫോൾസ് ഉണ്ട് ഗൈസ്, ഞാൻ മാപ്പ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കാർ സെയിൽ. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഈ പെട്രോൾ പമ്പിൽ നിന്ന് നേരെ വരുമ്പോൾ വളവൊക്കെ കഴിഞ്ഞ് ഈ കയറുമല്ലോ, അപ്പോൾ ഈ വെള്ളച്ചാട്ടം കാണും. അതിൻ്റെ തൊട്ട് സൈഡിൽ ഈ മുകളിലേക്ക് കയറാനുള്ള ഒരു സ്ഥലമുണ്ട്. അതിൽ കൂടെ ഇങ്ങനെ കയറുമ്പോൾ എൻ്റെ പുതിയ വണ്ടിയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ പുതിയ വണ്ടിയൊന്നുമല്ല ഗൈസ്. ഈ മറ്റേ M5 ബെൻസും വോൾക്സ്വാഗനും ഇത്തിരി നാളായി ഞാൻ വീഡിയോ എടുക്കാത്തതുകൊണ്ട്
ഇത് നിങ്ങൾക്ക് ഇത് പുതിയ വണ്ടിയായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ഈ ആ ക്യാഷ് ഉള്ളത്. ഇവിടെ 2 വാഴപ്പിണ്ടിയൊക്കെ കാണാം. സോറി വാഴ കണ്ട് ഇത് ഇവിടെ ആയിട്ടാണ് ഈ ക്യാഷ് ഉണ്ടാവേണ്ടത്. കണ്ടോ ഗൈസ്, അവിടെ ഒരു ബോക്സ്, അതിൻ്റെ അപ്പുറത്തൊരു കാർഡ് കണ്ട, അവിടെ ആയിട്ടാണ് ആ ക്യാഷ് കാണേണ്ടത്. ഞാൻ അങ്ങോട്ടേക്ക് പോകാനുള്ള ശരിക്കും ഞാൻ ക്യാഷ് എടുത്തു, അതുകൊണ്ടാണ് പിന്നെ എനിക്ക് കാണിക്കാത്തത്. അതൊരു സ്ഥലമാണ് ഗൈസ് ഈ ക്യാഷ് എടുക്കാൻ പറ്റുന്നത്. പിന്നെ മറ്റേ ആ കൊട്ടാരം പോലെ സ്ഥലമില്ലേ, അവിടെ ഓടിക്കുന്നു ക്യാഷ്. അപ്പോൾ മിക്കവാറും എൻ്റെ പെർമനൻ്റ് ആയിട്ടുള്ള ഞാൻ മിക്കവാറും ഒരുപാട് നേരം ഓടിച്ചുകൊണ്ട് നടക്കാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഒന്ന് എൻ്റെ M5, ഒന്ന് S-Class, പിന്നെ മറ്റേ ഇത് വോൾസ്വാഗൻ മിക്കവാറും വിറ്റിട്ട് ഞാൻ മറ്റേ ഇത് വാങ്ങിക്കാൻ പോകും, ഓടി. വൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. വൈസ്. പിന്നെ ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്, യുദ്ധം വീണ ഈ പ്ലെയിൻ. ബൈസ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.